ഇറാനിലെത്താൻ അഫ്ഗാൻ ബാലൻ ഒളിച്ചിരുന്നത് ലാൻഡിംഗ് ടയറിനിടയിൽ എത്തപ്പെട്ടത് ഡൽഹി വിമാനത്താവളത്തിൽ 13കാരനെ കാബൂളിലേക്ക് തിരിച്ചയച്ചു. വിമാനത്താവളത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ സ്ഥിതി ചെയ്യുന്ന കമ്പാർട്ട്മെന്റിനുള്ളിലാണ് അഫ്ഗാൻ ബാലൻ കയറിയത്. അഫ്ഗാന്റെ എയർ സർവീസായ കാം എയറിലാണ് കുട്ടി ഇത്തരത്തിൽ യാത്ര ചെയ്തത്. എങ്ങനെയെങ്കിലും ഇറാനിലേക്ക് എത്തുക എന്ന ലക്ഷ്യം മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ എന്നാണ് കുട്ടിയുടെ മൊഴി. എന്നാൽ കഷ്ടപ്പെട്ട് കയറിപ്പറ്റിയ വിമാനം എത്തിച്ചേർന്നതാവട്ടെ ഇന്ത്യയിലും. കുർത്ത ധരിച്ച ഒരു കുട്ടി ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ ഒളിച്ചിരിക്കുന്നത് ഡൽഹി വിമാനത്താവളത്തിലെ ജീവനക്കാരാണ് ആദ്യം കണ്ടത്. അഫ്ഗാനിലെ കുണ്ടൂസ് സ്വദേശിയാണ് 13കാരൻ എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പരിശോധനയിൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് ലഭിച്ചത് ഒരു ഓഡിയോ സ്പീക്കർ മാത്രമാണ്. CISF കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇറാനിലേക്ക് യാത്ര ചെയ്തതാണെന്നും എത്തപ്പെട്ടത് ഡൽഹിയിലായി പോയെന്നും മനസ്സിലായത്. തുടർന്ന് കുട്ടിയെ കാബൂളിലേക്ക് തിരിച്ചയച്ചതായാണ് വിവരം. പ്രായപൂർത്തിയാകാത്തതിനാൽ കേസെടുത്തിട്ടില്ല. മറ്റു ദുരൂഹതകൾ ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിനാലാണ് കുട്ടിയെ സുരക്ഷിതമായി തിരിച്ചയച്ചിരിക്കുന്നത്. 13 വയസ്സുകാരന്റെ 94 മിനിറ്റ് യാത്ര വ്യോമയാന രംഗത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. 30,000 അടി ഉയരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കാവുന്ന അപകടങ്ങൾ തരണം ചെയ്യാൻ സാധാരണ സാധിക്കാറില്ല. -60 ഡിഗ്രിയിലെത്തുന്ന തണുപ്പ് സഹിക്കാൻ സാധിക്കുന്നതല്ല. അത്രയും ഉയരത്തിലെത്തുമ്പോൾ ഓക്സിജന്റെ അളവിൽ വളരെ കുറവുണ്ടാവും. ഈ സാഹചര്യങ്ങളിലെല്ലാം അബോധാവസ്ഥയും അതോടൊപ്പം മരണവും സംഭവിക്കാറുണ്ട്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതിൽ രണ്ടാമത്തെ സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അഫ്ഗാൻ ബാലൻ അതിസാഹസ യാത്രയിൽ ജീവൻ തിരിച്ചു കിട്ടിയത് അത്ഭുതമായി കണക്കാക്കുന്നു. ഇതിനു മുൻപ് 1996 മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. വിജയ് സൈനി, പ്രദീപ് സൈനി എന്നു പേരുകളുള്ള 2 സഹോദരന്മാരാണ് ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് യാത്ര ചെയ്തത്. ബ്രിട്ടനിലേക്കാണ് ഈ സഹോദരങ്ങൾ യാത്ര ചെയ്തത്. യാത്രയിൽ വിജയ് മരണപ്പെടുകയും പ്രദീപ് രക്ഷപ്പെടുകയുമായിരുന്നു. 30,000 അടി ഉയരത്തിൽ -60 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിൽ, അതും ഓക്സിജന്റെ അളവ് വളരെ കുറയുന്ന ഘട്ടം വരെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മരണം തന്നെ സംഭവിക്കും. എന്തായാലും അഫ്ഗാൻ ബാലന്റെ യാത്ര വൻ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. വിമാനത്താവളത്തിനുള്ളിലെ സുരക്ഷാ വീഴ്ചയും ഇറാനിലേക്കുള്ള 13കാരന്റെ രക്ഷപ്പെടലും എന്തിനായിരിക്കും? അതിനു തിരഞ്ഞെടുത്ത അപകട വഴി ഒളിച്ചോട്ടമായിരുന്നോ? എല്ലാം ദുരൂഹം മാത്രം. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി ക്യാമറാമാൻ വിനീഷിനൊപ്പം രാജേഷ് KR.